ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ ഈ റിട്ടയർഡ് ജസ്റ്റിസായ ഹേമയോട് പല ആളുകളും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാനോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടോ? അത് നിയമപരമായി കഴിയുന്നതാണോ? അത് പരിശോധിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി കുറേ ചോദ്യങ്ങളുണ്ടാവുമല്ലോ, എല്ലാവരും ചോദിച്ചിട്ട് പിന്നെ പറയുന്നതല്ലേ നല്ലത്. ഇനി മറ്റാരെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചൂഷണം നേരിട്ടു എന്നുള്ള കാര്യം കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ചിലർക്ക് പരാമർശിക്കുന്നുണ്ട്. ഗേൾസ് എന്നുള്ള ഒരു പ്രയോഗമാണ് അവർ കാണുന്നത്. അത് പോക്സോയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ അതിലൊരു കൃത്യമായ പരാതി ഒരു വ്യക്തി തന്നില്ലെങ്കിൽ പോലും അതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ സർക്കാരിന് കഴിയുമോ? അങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും? 4 വർഷം റിപ്പോർട്ടിന്റെ സർക്കാർ അടയിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ലോ പ്രകാരം ഒരു സ്ത്രീ ഒരു നോട്ടം കൊണ്ട് പോലും സ്വന്തം മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ട് തോന്നിയാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം നിയമമുള്ള നാട്ടിൽ 4 വർഷമായിട്ട് ഇത്തരം വളരെ ഗുരുതരമായ ആരോപണങ്ങളുടെ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനോ പറ്റിയില്ല? അതൊരു വലിയ ചോദ്യമാണെന്ന് എല്ലാവർക്കും വരുന്നത്. ദിലീപിനെ പോലെ പ്രബലനായ ഒരു സിനിമാ താരത്തെ അറസ്റ്റ് ചെയ്തിട്ട് സർക്കാരാണ് ആദ്യ സർക്കാർ. ഇപ്പോൾ അതിനു മുകളിലുള്ള ആളുകൾ ഇതിലുള്ളതുകൊണ്ടാണോ ഈ നടപടി എടുക്കാതെ പോയത് ചോദ്യമാണ് CMന്റെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിയുടെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പരാതി ഇന്ന് DGP ഇന്നലെ പോയിരുന്നു. അതിപ്പോൾ ADGPക്ക് അത് കൈമാറി എന്നാണ് പറയുന്നത്. മന്ത്രി എന്നുള്ളത് ഗണേഷ് കുമാറിനെതിരെയാണ് അത്ര ഒരു ആരോപണം വരുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ചൂഷണം ചെയ്യുന്നവർക്കൊപ്പമല്ല ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സർക്കാർ ഇന്നും നിൽക്കുന്നത് എന്ന്. എന്നാൽ എന്തുകൊണ്ടാണ് 4 വർഷമായിട്ടും ഇത് പരിഗണിക്കാതിരുന്നത്? ഈ റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്വാഭാവികം മാറ്റി നിർത്തിയാണല്ലോ വരുന്നത്. തെളിവുകൾ അതിനൊപ്പം ഉണ്ടായിരുന്നല്ലോ ഹേമ കമ്മിറ്റി സമർപ്പിക്കുമ്പോൾ. അപ്പം അത് മുഴുവൻ പരിശോധിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകും. ഈ ഭാഗത്തൊരു ചോദ്യമേ ഉള്ളൂ, വേറെ കൂടുതലുണ്ടോ? ഇനി ഏകദേശം ആയി തോന്നുന്നു അല്ലേ? ഇതിലാദ്യത്തെ പ്രശ്നം ഇത് പൂഴ്ത്തിയോ എന്നുള്ളതാണ്. ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇവിടെ തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ്. ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ കത്തിലെ പ്രധാന ഭാഗം ഞാൻ ഉദ്ധരിക്കാം. We have been following the principles laid down by the Supreme Court in various decisions. In keeping the matter extra confidential, it would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner. ഇതാണ് അവർ അയച്ച കത്തിൽ പറയുന്നത്. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പങ്കിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിൻ്റെ മുഖ്യ വിവരാവകാശ ഓഫീസർക്ക് വന്നപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. അതിനെതിരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ 2020 തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് 2020 ഒക്ടോബർ 22
കമ്മീഷൻ ചെയർമാൻ വിൻസൺ എം പോൾ ഉത്തരവിട്ടു. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകിയിരുന്നില്ല. സാക്ഷിമൊഴികളും പരിശോധനാ വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുകകൂടി ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത്. 2020 ആ ഉത്തരവ്. 2020 പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർ റൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ 2024 ജൂലൈ 7 സർക്കാർ നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്താനായിരുന്നു കമ്മീഷൻ നിർദ്ദേശം. അവ ഏതെല്ലാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തടസ്സ ഹർജിയുമായി ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു. പിന്നീട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടു. ഇതോടെ വീണ്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മറ്റൊരു തടസ്സ ഹർജിയുമായി പ്രമുഖ നടി ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്മേലുള്ള നിയമതടസ്സങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. അതിനു പിന്നാലെ റിപ്പോർട്ട് പുറത്തു വന്നു. സർക്കാരിന് ഇതിൽ ഒരൊറ്റ നയമേ ഉള്ളൂ. അത് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു തരത്തിലും സർക്കാരിന് എതിർപ്പുള്ള കാര്യമല്ല. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു സ്റ്റെനോഗ്രാഫറുടെ സഹായം പോലും ഇല്ലാതെയാണ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാക്ഷികൾ കമ്മിറ്റി മുൻപാകെ പറഞ്ഞ പല കാര്യങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ളവയാണ്. ആ വിശദാംശങ്ങൾ കമ്മിറ്റിയുമായി പങ്കുവച്ചത് സാക്ഷികൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണെന്നും കമ്മിറ്റി വ്യക്തമാക്കുന്നു. ഈ ഹേമ കമ്മിറ്റി വ്യക്തമാക്കുകയാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാനാണ് പ്രൊഫഷണൽ ടൈപ്പിംഗ് അറിയാഞ്ഞിട്ടും, പ്രൊഫഷണൽ ടൈപ്പിംഗ് ഇവർക്കറിയില്ല, അങ്ങനെ അറിയാഞ്ഞിട്ടും കമ്മിറ്റി അംഗങ്ങൾ സ്വന്തമായി തന്നെ ടൈപ്പ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾ കമ്മിറ്റിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയ ഏതെങ്കിലും വിവരങ്ങൾ ചോർന്ന് വിവാദമാകുന്നത് തടയേണ്ടതിൻ്റെ അനിവാര്യത റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ എടുത്താൽ ഈ കാര്യങ്ങൾ അതേ രീതിയിലുള്ള വാചകം കാണാൻ പറ്റും. Another difficulty faced by the committee is in the preparation of this report without the help of a stenographer who has computer knowledge. പിന്നെ ഒരു ഭാഗത്ത് പറയാണ്, we wanted to prevent any information which was disclosed to the committee from being leaked out and becoming a controversy even before filing of the report before the government. എന്നിട്ട് പിന്നെ പറയാണ്, we are forced to type this report by ourselves though none of us knows professional typing. This we find a tedious task. സിനിമയിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ കമ്മിറ്റിക്ക് മുൻപാകെ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവവും അവ പരസ്യമായാൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് സാക്ഷികളുടെ മൊഴികൾക്ക് പരിപൂർണ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ കമ്മിറ്റി ശ്രമിച്ചതായും
റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. അപ്പോൾ വസ്തുത ഇതായിരിക്കെ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുകയും ചെയ്യും. ചലച്ചിത്ര മേഖലയിലെ എല്ലാതരം നിയമവിരുദ്ധ, സ്ത്രീവിരുദ്ധ പ്രവണതകളെ ശക്തമായി തന്നെ നേരിടും. അതിനുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട്, അത് തെളിയിക്കപ്പെട്ടതുമാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കാണേണ്ടത്, വനിതാ കമ്മീഷൻ്റെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടത്. ആ കത്തിന് നൽകിയ മറുപടിയിൽ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി രേഖപ്പെടുത്തിയത് നേരത്തെ പരാമർശിച്ച ജസ്റ്റിസ് ഹേമ അവർക്കയച്ച കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിലവർ പറഞ്ഞല്ലോ, ഐ വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി സംസ്ഥാന ഡി ജി പിയെ കാര്യങ്ങൾ അറിയിക്കുന്നത്. ആ അറിയിച്ച കാര്യം ഞാൻ ഉദ്ധരിക്കാം. ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ നൽകിയ സൂചന 2 കത്തിൻ്റെ പകർപ്പും ഈ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി മുഖ്യ വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച സൂചന 3 ഉത്തരവിൻ്റെ പകർപ്പും കൂടി ഇതോടൊന്നിച്ചുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒരു പൊതു സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ രഹസ്യമായി സൂക്ഷിക്കണം എന്നാവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു രേഖയാണ് പോലീസിന് ലഭിച്ചത്. അതിനടിസ്ഥാനം ജസ്റ്റിസ് ഹേമയുടെ തന്നെ കത്താണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല. അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ നമുക്കറിയാലോ കേരളത്തിൽ ഉണ്ടായ സംഭവങ്ങൾ. ഇവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് ഉയർന്നു വന്ന ഒരു വിഷയവും നിയമ നടപടിയില്ലാതെ പോയിട്ടില്ല. വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരള പോലീസ് എടുത്ത നിലപാട് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പീഡന പരാതികളിൽ, നടിമാർ നൽകുന്ന പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ കഴിഞ്ഞ വർഷം പരാതി നൽകി. ഉടനടി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയ പ്രമുഖ നടനെതിരെ കേസെടുത്തു. നടിയോട് ലൈംഗിക താൽപ്പര്യത്തോടെ സമ്മർദ്ദം ചെലുത്തിയ മറ്റൊരു നടനെതിരെയും കേസെടുത്തു. പോക്സോ കേസിൽ മറ്റൊരു നടനെതിരെയും
പീഡന പരാതിയിൽ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തത് സമീപകാലത്താണ്. ഇതുമാത്രമല്ല, സിനിമക്കുള്ളിലെ സാമ്പത്തിക വഞ്ചന, പകർപ്പവകാശ ലംഘനം, സൈബർ അധിക്ഷേപം, ഇത്തരത്തിലുള്ള പലവിധ പരാതികളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ IT ആക്ട് പ്രകാരവും ജീവന് ഭീഷണിയുണ്ട് എന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും എതിരെ കേസെടുത്തത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. നടിയെ ഫോണിലൂടെ തുടർച്ചയായി ശല്യം ചെയ്ത സംഭവത്തിൽ വേറൊരു സംവിധായകനെതിരെ കേസെടുത്തു. ഇങ്ങനെ പരാതി ലഭിച്ച എല്ലാ കേസുകളിലും മുഖം നോക്കാതെയുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. ഇതാണ് പൊതുവെ ഇതുമായി വ്യക്തമാക്കാനുള്ളത്. ഒരു കാര്യം ഇപ്പോഴും ക്ലിയർ ആവാത്തൊരു കാര്യം, സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതിജീവിതകളുടെ സ്വകാര്യത ലംഘനത്തെ കുറിച്ചാണ്. ആ വൃത്തികളുടെ ചെയ്യുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സ്വകാര്യത ലംഘനത്തെ കുറിച്ചല്ല. അപ്പം ഇതിൽ നമ്മുടെ അതിജീവിതകളുടെ സ്വകാര്യത ലംഘനം ഉണ്ടാവരുന്നുള്ളത് എല്ലാവർക്കും അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ? നിങ്ങളുടെ അഭിപ്രായം, ആ അഭിപ്രായം നിങ്ങൾക്കിരിക്കട്ടെ. പക്ഷേ ഇവിടെ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഞങ്ങൾ ഇവർക്ക് നൽകിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇത് സ്വകാര്യമായി സൂക്ഷിക്കുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മുന്നിൽ തെളിവ് നൽകുന്നത്, അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത്. അതിൻ്റെ ഭാഗമായി ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുകയല്ല. അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞവർ ഒരു പരാതിയായി ഉന്നയിച്ചാൽ അതിൽ ഫലപ്രദമായ നടപടി ഉണ്ടാവും. ഇത് ഞങ്ങൾ കൊടുത്ത ഉറപ്പിൻ്റെ മേലെ ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ മേലെ മറ്റൊരു നടപടി ഇത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഞാനിവിടെ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവരാരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറായാൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല. അത്രയും കാലം ഇത്തരം കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് ഈ സിനിമാ മേഖലയിലേക്ക് മിക്സ് നടക്കില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുകയില്ല. നിങ്ങൾ എന്തിനാണിത് കൊണ്ടുവന്നത്? ഈ കമ്മീഷൻ എന്തിനാണ്? അതിനെക്കുറിച്ച് ആദ്യം നാം മനസ്സിലാക്കണം. ഈ പറയുന്ന കമ്മിറ്റി വന്നത് സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില അപജയങ്ങളുണ്ട്. ആ അപജയങ്ങൾ പരിഹരിച്ചു പോകണം. അതിനുള്ള തെളിവ്, അതിനുള്ള റിപ്പോർട്ട് വേണം, അതിനുള്ള ശുപാർശകൾ വേണം. അതിനാണ് ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധയായ ഒരു സിനിമാ നടി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതേസമയം ഭരണരംഗത്ത് പരിചയമുള്ള ഒരു IAS ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ച് മൊത്തത്തിൽ അവർ പഠിക്കുകയാണ്. അതിനകത്തുള്ള അപജയങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ അപജയങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കണം. സിനിമാ മേഖലയെ ആകെ നമുക്ക് നല്ല രീതിയിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാവണം. അപജയമില്ലാത്ത ഒരു മേഖലയാക്കി മാറ്റണം. അവിടെ ആർക്കും ഭയപ്പാടോടെ കഴിയാനിടവരുത്, ഭയപ്പാടോടെ കിടന്നുറങ്ങുന്ന അവസ്ഥ വരരുത്. സ്വൈര്യമായിട്ട് കഴിയാൻ പറ്റണം. ജോലിക്ക് കൃത്യമായി ശമ്പളം കിട്ടണം. മാന്യമായ പെരുമാറ്റം എല്ലാവർക്കും ലഭിക്കണം. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ് ആവശ്യം. ഒരു പരിഷ്കരണം അത് സിനിമാ രംഗത്ത് ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. ചില കാര്യങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളിൽ സ്വീകരിക്കാനിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലൊരു മാറ്റം നമ്മുടെ സിനിമാ മേഖലയെ ആകെ കൊള്ളരുതാത്തതാണെന്ന് വരുത്താനല്ല.
സിനിമാ മേഖലയിലുള്ള എന്തെങ്കിലും കൊള്ളരുതാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊഴിവാക്കി അതിൻ്റെ മേന്മ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഇന്ന് രാജ്യത്തിന് മുന്നിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കേരളം മാത്രമേ ഉള്ളൂ. സിനിമ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെയുണ്ട്. പക്ഷേ നമ്മൾ മാത്രമേ ഇത്തരമൊരു മുൻകൈക്ക് തയ്യാറായിട്ടുള്ളൂ. അത് നമുക്ക് സാധിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തെങ്കിലും അപജയങ്ങളുണ്ടെങ്കിൽ ആ അപജയങ്ങൾ തീർത്തുകൊണ്ട് സിനിമയെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉയർത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം, പിന്തുണയും ഉണ്ടാകണം. അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകും. വന്നതുകൊണ്ട് മാത്രം ഈ ചെയ്ത ആളുകൾ നന്നാകും, ഇത്രയും വൃത്തികൾ ചെയ്തവരൊക്കെ നന്നാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇവർ ചെയ്ത ക്രിമിനൽ കുറ്റം ഇല്ലാതാകുമോ? ഈ പറയുന്ന കുറ്റങ്ങൾക്കുള്ള സാഹചര്യം ഇല്ലാതാക്കലാണ് പ്രധാനം. കുറ്റങ്ങൾ കുറ്റങ്ങളായിട്ട് പരിഗണിക്കാൻ തയ്യാറാകും അതിനുമായിട്ട് ബന്ധപ്പെട്ട പരാതി വന്നാൽ. പക്ഷേ അതേസമയം കുറ്റങ്ങൾക്കുള്ള സാഹചര്യം അവിടെ ഇല്ലാതാവണം, അതിനാവശ്യമായ നടപടികളുണ്ടാവണം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കണം, ആവശ്യമായ മാറ്റങ്ങളുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകും. ശരി. ഇത് ഏകദേശമായി. ഈ കാര്യം പറയേണ്ട കാര്യങ്ങൾ ഏകദേശം ബന്ധപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകെ പറയണമെന്ന് വെച്ചാൽ എനിക്ക് സാധിക്കുന്നതല്ല. അതിനകത്ത് ആദ്യം പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രാദേശിക നേതാവാണ് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ നേതാവിന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തിയാണ് അത്. ഇടതുപക്ഷത്തെ മൊത്തത്തിൽ അതൊക്കെ ഞാൻ നേരത്തെ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞതാണ്. പോലീസ് കൃത്യമായി അന്വേഷിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഒരു സംശയവും വേണ്ട. എന്താണോ യഥാർത്ഥ കാര്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരും. അതുമാത്രമാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു 5 ദിവസം മുന്നേ സമയം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ടോ? 20 ദിവസം മുന്നോടിയായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുക. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നില്ല. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ വന്നോ എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ വലിയ താമസം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരെ നടപടികൾ പുനരധിവാസത്തിൻ്റെ വിവിധ വശങ്ങൾ ദുരന്തബാധിത പ്രതികരണ രംഗത്തെ വിദഗ്ധരുമായും ദുരന്ത മേഖലയിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അറിയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകുക. വലിയ കാലതാമസം ഉണ്ടാകലല്ല ഉദ്ദേശിക്കുന്നത്. ദുരന്തബാധിത മേഖലയിൽ 729 കുടുംബങ്ങളായിരുന്നു ഈ ക്യാമ്പുകളിൽ ഉണ്ടായത്. നിലവിൽ 219 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട്. ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും. 75 സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട്. ഇവയിൽ താമസിപ്പിക്കാനാവും. സർക്കാർ കണ്ടെത്തിയ 177 വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട്. അതിൽ 123 ഇപ്പം തന്നെ മാറി താമസിക്കാൻ യോഗ്യമാണ്. 105 വാടക വീടുകൾ ഇതിനകം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. മാറി താമസിക്കാൻ ബാക്കിയുള്ളവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ
വീടുകൾ കണ്ടെത്തി നൽകുന്നതിൽ കാര്യമായ തടസ്സം ഇല്ല എന്നതാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. 17 കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല. ഈ കുടുംബത്തിൽ നിന്ന് 65 പേരാണ് മരണമടഞ്ഞത്. 5 പേരുടെ നെസ്റ്റ് ഓഫ് കിന്നെ കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ്. DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു. മരണപ്പെട്ട 59 പേരുടെ ആശ്രിതർക്ക് SDRF നിന്നും 4 ലക്ഷം രൂപയും CMD 2 ലക്ഷവും അടക്കം 6 ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. 691 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം വിതരണം ചെയ്തു. ഇതിനു പുറമെ 172 പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി 10,000 രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി. 119 പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത്. അവരുടെ ബന്ധുക്കളിൽ നിന്നും 91 പേരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു, പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജീവിതോപാധികൾ നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പൊരുതുന്ന ഹതഭാഗ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരളത്തിലെ ബാങ്കുകളുടെ പിന്തുണ അനിവാര്യമാണ്. കാർഷിക വൃത്തിയായിരുന്നു അവിടുത്തെ ജനതയുടെ പ്രധാന വരുമാന മാർഗം. അതിനായും വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കായും ലോണുകൾ എടുത്തവരാണ് അവരിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ഇന്നവർക്ക് ആ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, കൃഷിഭൂമി നാമാവശേഷമായിരിക്കുന്നു. അനേകം പേർ ഉറ്റവർ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ലോണുകൾ എഴുതിത്തള്ളണം എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വെച്ചു. വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുന്ന കാര്യം അതത് ബാങ്കുകളുടെ ബോർഡുകളിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദുരന്ത മേഖലയിലുള്ളവരിൽ നിന്നും ജൂലൈ 30 ശേഷം പിടിച്ച EMI-കൾ അതാത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തമുണ്ടായതിനു ശേഷവും പല വിധത്തിലുള്ള തിരിച്ചടവ് നടത്തേണ്ടി വന്നവർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനാണ് ഈ തീരുമാനം എടുത്തത്. കാർഷികവും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി എടുത്ത നിലവിലെ എല്ലാ ലോണുകളും എത്രയും പെട്ടെന്ന് റീസ്ട്രക്ചർ ചെയ്യുമെന്ന് യോഗം തീരുമാനിച്ചു. EMI തിരിച്ചടവിൽ ഉൾപ്പെടെ വരുന്ന മാറ്റം ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് അടിയന്തര ആശ്വാസം പകരുന്ന വിധത്തിലായിരിക്കും. അതോടൊപ്പം പുതിയ ലോണുകൾ നിബന്ധനകൾ ലഘൂകരിച്ച് വേഗത്തിൽ നൽകുന്നതിനാവശ്യമായ തീരുമാനങ്ങളും കൈക്കൊള്ളും. പെട്ടെന്നുള്ള ആശ്വാസത്തിനായി സെക്യൂരിറ്റി ഇല്ലാതെ 25,000 രൂപ വരെയുള്ള കൺസംഷൻ ലോണുകൾ നൽകാനും
തീരുമാനമായിട്ടുണ്ട്. 30 മാസമായിരിക്കും ഈ ലോണിൻ്റെ തിരിച്ചടവ് സമയം. ദുരന്ത മേഖലയിലുള്ള എല്ലാ റിക്കവറി നടപടികളും തൽക്കാലം നിർത്തിവെക്കും. ഈ കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമായി. ദുരിതബാധിതർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവരുടെ നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകൾക്കുള്ള തിരിച്ചടവാക്കി മാറ്റില്ല. ലഭ്യമാക്കുന്ന എല്ലാ സഹായവും ദുരിതബാധിതരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇതുവഴി സാധിക്കും. ദുരന്ത മേഖലയിൽ നിന്നുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് മാൻഡേറ്റുകൾ അവർക്ക് സാമ്പത്തികമായ സമ്മർദ്ദമുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ റിവ്യൂ ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നാം കാണേണ്ടത് ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ്. വയനാടിനായി നമ്മൾ എപ്പോഴത്തേക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും. ആ സന്ദേശം ഉൾക്കൊണ്ട് മാനവഹൃദയങ്ങളാകെ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം. സംസ്ഥാനത്തെ AAY റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും 13 ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും. 6 ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് 36 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും ഓണക്കാലത്ത് കുറഞ്ഞ വിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 6 മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ 10 മുതൽ 14 വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കുകയും ചെയ്യും. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും. ഇതിനു പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ആകർഷകമായ ഓഫറുകൾ നൽകി വിൽപ്പന നടത്തുകയും ചെയ്യും. സെപ്റ്റംബർ 7 മുതൽ 14 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 1500 ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുക. ഇതിൽ 73 എണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളത് സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക. സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ 13 ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത്. 10 മുതൽ
40% വരെ വിലക്കുറവിൽ ത്രിവേണികളിൽ സാധനങ്ങൾ ലഭ്യമാണ്. കേരളത്തിലെ ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് നൽകി വരുന്നു. ഈ വർഷം ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് ഓണം റിബേറ്റ് മേള. കേരളത്തിൽ ഖാദി മേഖലയിൽ പണിയെടുക്കുന്ന 15,000 തൊഴിലാളികൾക്ക് തുടർച്ചയായി ജോലിയും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ റിബേറ്റ് വിൽപ്പന സഹായകമാവും. ഈ ബജറ്റിൽ റിബേറ്റ് നൽകാനായി 15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി സംഘങ്ങൾക്കും നെയ്ത്തുകാർക്കും പ്രചോദനപ്രദമായ രീതിയിൽ ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 14 വരെ കൈത്തറി തുണി റിബേറ്റോടുകൂടി വിൽപ്പന നടത്തും. ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമാണ് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും. അതുകൊണ്ട് തന്നെ കലാകാരന്മാരും കച്ചവടക്കാരും സാധാരണ ജനങ്ങളാകെയും ഓണവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന നിലയുണ്ടാകില്ല. അങ്ങനെ ചില ആശങ്കകൾ ഉയർന്നു വന്നതുകൊണ്ടാണ് ഈ ഭാഗം ഈ രീതിയിൽ പറയുന്നത്. കയർഫെഡ് ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 30 വരെ അവരുടെ കയർ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി 23% ഇളവ് നൽകും. മെത്തകൾക്ക് പരമാവധി 50% വരെ ഇളവുണ്ടാകും. 2000 കർഷക ചന്തകൾ ഓണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 11 മുതൽ 14 വരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ പച്ചക്കറികൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ 10% കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണി വിലയേക്കാൾ 30% വരെ താഴ്ത്തിയായിരിക്കും വിൽക്കുക. ജൈവ പച്ചക്കറികൾ മൊത്ത വ്യാപാര വിലയേക്കാൾ 20% കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിക്കും. വിപണി വിലയേക്കാൾ 10% വരെ താഴ്ത്തി വിൽക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാർത്തകൾ വരുന്ന ദിവസമാണിത്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സമിതിയെ നിയോഗിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ആമുഖമായി എടുത്തു പറയുന്നുണ്ട്. അത് ഉദ്ധരിച്ചാൽ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ ഗവൺമെൻറ് ഇൻ ദിസ് കൺട്രി has ventured upon such a novel task, and we are glad to be a part of this journey. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും സുപ്രസിദ്ധ സിനിമാ താരം ശാരദ, റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളായുമുള്ള സമിതിയെ ചുമതലപ്പെടുത്തി. 2017 ജൂൺ 6 സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത്. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു
നിർദ്ദേശിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതിനാൽ കാലാവധി ദീർഘിപ്പിച്ച് നൽകി. 31/12/2019 റിപ്പോർട്ട് സമർപ്പിച്ചത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത്. വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത്. സിനിമാ വ്യവസായ മേഖലയിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആവശ്യമായിരുന്നു അത്. മറ്റൊരു പ്രധാന ശുപാർശ വനിതകൾ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരുമായി വരുന്ന സിനിമകൾക്ക് പ്രോത്സാഹനം നൽകണമെന്നതാണ്. ക്രിയാത്മകമായ ഇടപെടലാണ് ഇതിൽ സർക്കാർ നടത്തിയത്. അതിനായി ബജറ്റ് വിഹിതം നീക്കിവെച്ചു. പ്രതിവർഷം വനിതകളുടെ വിഭാഗത്തിൽ 2ഉം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ 2ഉം സിനിമകൾക്ക് പരമാവധി 1.5 കോടി രൂപ നൽകാൻ തീരുമാനിച്ചു. നിലവിൽ 4 സിനിമകൾ സർക്കാരിൻ്റെ ധനസഹായത്തോടെ വനിതാ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് പുറത്തിറക്കി. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾ നിർമ്മിക്കുന്ന മറ്റ് ചലച്ചിത്രങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണ്. മലയാള സിനിമയുടെ ആദ്യ നായികയെ കല്ലെറിഞ്ഞോടിച്ച ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത് എടുത്തു പറയേണ്ട നേട്ടമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയായ കാനിൽ പോലും ഈ നേട്ടം ചർച്ചയായത് നമ്മൾ ഓർക്കണം. കമ്മിറ്റിയുടെ ശുപാർശകളിലൊന്ന് സിനിമ, ടെലിവിഷൻ, സീരിയൽ രംഗത്തെ തർക്കപരിഹാരത്തിനും ചൂഷണം തടയുന്നതിനും ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നതായിരുന്നു. കേരള സിനിമ റെഗുലേറ്ററി അതോറിറ്റി ബില്ല് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തി. വലിയ പ്രാഥമിക ചെലവും പ്രതിവർഷം ഗണ്യമായ ആവർത്തന ചെലവും വരുന്നതാണ് അതോറിറ്റിയുടെ രൂപീകരണം. എന്നാൽ കേരള സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ഉണ്ടാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ഉള്ള കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത്. അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് പരിഗണിക്കാൻ പ്രയാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും തീരുമാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. മറ്റൊരു ശുപാർശ സമഗ്രമായ സിനിമാ നയം
നടപ്പിലാക്കുക എന്നതാണ്. സിനിമാ നയത്തിൻ്റെ കരട് തയ്യാറാക്കുന്നതിനായി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിൻ്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സിനിമാ നയത്തിൻ്റെ കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി ഒരു കോൺക്ലേവ് നടത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ച് വിപുലമായ ചർച്ച നടത്തിയാണ് സിനിമാ നയം രൂപീകരിക്കുക. വനിതകൾക്കായി പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, ക്യാമറ ആൻഡ് ലൈറ്റിംഗ്, ആർട്ട് ആൻഡ് ഡിസൈൻ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ഈ വിഭാഗങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വഴി ആരംഭിച്ചിട്ടുണ്ട്. പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ തൊഴിലവസരത്തിന് വഴിയൊരുക്കും. ഗുണഭോക്താക്കൾക്ക് 6 മാസക്കാലത്തേക്ക് സ്റ്റൈപ്പൻഡ് അനുവദിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ത്രീ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി 50,000 രൂപയുടെ പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോത്രവർഗ ഗായിക ശ്രീമതി നാഞ്ചിയമ്മ, ശ്രീമതി ശ്രുതി ശരണ്യം എന്നിവർ ഈ അവാർഡ് നേടിയിട്ടുമുണ്ട്. അഭിനയം വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലയായതിനാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം ഏർപ്പെടുത്തുക, അതുപോലുള്ള ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായ ചില പരിമിതികളുണ്ട്. പ്രൊഫഷണലുകളുടെ വേതനം ഒരാളിൽ നിന്ന് മറ്റൊരാളുടേത് വ്യത്യസ്തമായിരിക്കും. പ്രൊഫഷണലായ സിനിമാ താരത്തിൻ്റെ ശമ്പളവും തുടക്കക്കാരനായ നടൻ്റെയോ നടിയുടെയോ ശമ്പളവും ഒന്നാവണമെന്ന് ആഗ്രഹിക്കാമെങ്കിലും നടപ്പിലാക്കുന്നതിന് പ്രായോഗിക തടസ്സമുണ്ടാകും. മാത്രമല്ല, നിയന്ത്രണത്തിൻ്റെ പേര് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ നൈപുണ്യത്തിനുമെല്ലാം അനാവശ്യ മാർഗരേഖകൾ കൊണ്ടുവരുന്നത് സിനിമയ്ക്ക് ഹിതകരമാവുകയുമില്ല. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ആശ്വാസകരമല്ലാത്ത പ്രവൃത്തികൾ തടയണം, ലൈംഗിക അതിക്രമങ്ങൾ തടയണം തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിലെ മറ്റ് ശുപാർശകൾ. അതിനെല്ലാം ഇപ്പോൾ തന്നെ ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും, ഇടപെടുന്നുമുണ്ട്. ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റുകൾ, സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ, സിനിമയുമായി ബന്ധപ്പെട്ട് താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയിലെല്ലാം സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതല്ല. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ ഇതാകെ ചർച്ച ചെയ്യാവുന്നതാണ്. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ അതിലെ സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരുമാകെ അസാൻമാർഗിക സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണോ ഉള്ള അഭിപ്രായം സർക്കാരിനില്ല. ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി സിനിമയിലെ ചിലർക്കുണ്ടായ തിക്താനുഭവങ്ങൾ വെച്ച് 94 വർഷത്തെ
പൈതൃകമുള്ള മലയാള സിനിമാ രംഗത്തെ വിലയിരുത്തരുത്. പ്രമേയത്തിൻ്റെ ശക്തിസ്ഥിരത കൊണ്ട് മനുഷ്യകഥാനുഗായികളായ എത്രയോ നല്ല ചലച്ചിത്രങ്ങൾ ജനിച്ച മണ്ണാണിത്. ലോക സിനിമാ ഭൂപടത്തിൽ മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എത്രയോ വട്ടം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. നൂതനമായ പരീക്ഷണങ്ങൾ കൊണ്ട് വ്യതിരിക്തമായ സിനിമാ ഭാഷയ്ക്ക് വ്യാകരണം ചമച്ച നാടാണ് കേരളം. അത്തരം ഒരു ഭാഷയിലെ ചലച്ചിത്ര രംഗത്തെ ആകെ ചെളിവാരി എറിയും തരം ആക്ഷേപങ്ങൾ നമ്മുടെ നാടിൻ്റെ സിനിമാ പുരോഗതിക്ക് ചേരില്ല. എന്നാൽ അപലഷണീയമായ ഏതെങ്കിലും പ്രവണതകളുണ്ടോ? അതിനോട് യാതൊരു സന്ധിയും ഉണ്ടാവുകയുമില്ല. വിദ്യാസമ്പന്നരും പുരോഗമന വീക്ഷണവുമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം സിനിമാ പ്രവർത്തകരും. സിനിമാ തിരക്കഥയുടെ ഭാഗമായി വില്ലന്മാരുണ്ടാകാം. പക്ഷേ സിനിമാ വ്യവസായത്തിൽ വില്ലന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ്. അപ്രഖ്യാപിതമായ വിലക്കുകൾ കൊണ്ട് ആർക്കും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ഈ തലമുറ നമ്മളോട് പറയുന്നത്. സിനിമക്കുള്ളിലെ അനഭിലഷണീയമായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും എടുക്കുന്ന ജോലിക്ക് മാന്യമായ വേതനം ഉറപ്പുവരുത്താനും സിനിമയിലെ സംഘടനകൾ മുൻകൈയെടുക്കണം. സിനിമക്കുള്ളിൽ സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. മാന്യമായ പെരുമാറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോബിയിങ്ങിൻ്റെ ഭാഗമായി കഴിവുള്ള നടീനടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമോ ഉണ്ടാവരുത്. ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ സിനിമയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം. ആരെയും ഫീൽഡ് ഔട്ടാക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ സിനിമക്കുള്ളിലെ ആരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കരുത്. കഴിവും സർഗാത്മകതയും തന്നെയായിരിക്കണം സിനിമയിലെ എല്ലാതരം സാങ്കേതിക പ്രവർത്തനത്തിൻ്റെയും മാനദണ്ഡം. ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാവരുത് സിനിമ. സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമാ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്നത് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളിൽ ചിലത് സിനിമയിലും എത്തുക സ്വാഭാവികമാണ്. സിനിമക്കുള്ളിലെ ചൂഷണം അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചൂഷകർക്കൊപ്പമല്ല, മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക. ഇരക്ക് നിരുപാധികമായ ഐക്യദാർഢ്യവും വേട്ടക്കാരനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അത് ഒരിക്കലല്ല പലവട്ടം ഈ സർക്കാർ സ്വന്തം പ്രവൃത്തി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതുമാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ നാണയത്തുട്ടുകൾ മുതൽ കോടികൾ വരെയുള്ള സംഭാവനകൾ വരുന്നുണ്ട്. ശസ്ത്രക്രിയക്കായി മാറ്റിവെച്ച തുക സംഭാവന ചെയ്തവരുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്കും വിവാഹത്തിനുമായി സ്വരുക്കൂട്ടി വെച്ച തുക സംഭാവന ചെയ്ത കുടുംബങ്ങളുണ്ട്. കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ സർക്കാരിൻ്റെ
ദുരിതാശ്വാസ പദ്ധതികൾക്ക് പ്രോത്സാഹനമായി കൂടെ നിന്ന് സഹകരിക്കുമെന്നും അതിൻ്റെ ഭാഗമായി 100 വീടുകൾ പുനരധിവാസത്തിനായി നിർമ്മിച്ച് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വീടും വരുമാനമാർഗവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്നും KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് ബാവ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വയം തീരുമാനിച്ച് സഹായഹസ്തം നീട്ടുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനുഭവം ഈ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക അനുഭവമാണ്. തമിഴ്നാട്ടിലെ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളിൽ ചിലർ ഇവിടെ ഓഫീസിലെത്തിയിരുന്നു. 1 കോടി രൂപയുടെ ചെക്ക് അവർ കൈമാറി. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്നാണ് ആ ചെക്കിൽ കണ്ടത്. അപ്പോൾ വ്യക്തമായില്ലേ? അതെ, സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത ബന്ധുക്കളാണ് ചെക്ക് ഇവിടെ നൽകിയത് എന്നാണ് അതോടെ മനസ്സിലാക്കാനായത്. ആരുടേതാണ് എന്ന് വ്യക്തമാക്കാതെ വരുന്ന ഇത്തരം സംഭാവനകളും കൂട്ടത്തിലുണ്ട് എന്ന് മാത്രം പറയുകയാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 1,57,40,836 രൂപ നൽകിയിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് 50 ലക്ഷം രൂപ, കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് 50 ലക്ഷം രൂപ, കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ജീവനക്കാർ 57,74,000 രൂപ. ഇതെല്ലാം അവരുടെ MDയും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും കൂടി ഇവിടെ വന്ന് നേരിട്ട് തന്നതാണ്. ഓത്തോ ക്രിയേഷൻ മൂവാറ്റുപുഴ 1 ലക്ഷം രൂപ, തലയാർ ടീ കമ്പനിയിലെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം 3,09,004 രൂപ, മൂന്നാർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 5 ലക്ഷം രൂപ, ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് 5,55,555 രൂപ, പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 50 ലക്ഷം, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാനും ഡോക്ടർ KMC ഹോസ്പിറ്റൽ ജീവനക്കാരും ചേർന്ന് 11 ലക്ഷം, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് 10 ലക്ഷം, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ 3,86,401 രൂപ, ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ 2,50,000, കേരള ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസ് ഫെഡറേഷൻ 2,35,000, ലക്ഷദ്വീപിലെ അഗത്തി സ്കൂൾ 1,40,60 രൂപ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നെറ്റ്വർക്ക്സ് എറണാകുളം ആദ്യ ഗഡു 1,04,000 രൂപ, ഗ്രോവെയർ എഡ്യൂക്കേഷണൽ സൊല്യൂഷൻ 1 ലക്ഷം രൂപ, UK-യിലെ ന്യൂ പോർട്ട് മലയാളി ഫ്രണ്ട്സ് കൂട്ടായ്മ 71,500 രൂപ, സെൻറ്റ് ജോൺ CM മോഡൽ ഹൈസ്കൂൾ ബിൻഡുമില്ലി ആന്ധ്രാപ്രദേശ് 50,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അവർ പോയല്ലോ, നമ്മളെ കയ്യിലല്ലേ ഇത്. അത് കിട്ടി. റോട്ടറി ക്ലബിൻ്റെ ആൾക്കാരല്ലേ വരുന്നത്, അപ്പോൾ റോട്ടറിയുടെ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാങ്ങി അവർ പോയി. പിന്നെ നോക്കുമ്പോഴാണല്ലോ ഈ കാര്യം കാണുന്നത്.